ഈ രാജ്യമെന്നാൽ 142,87,00,000 പിന്നിട്ട് ലോകത്തെ ഒന്നാമത്തെ ജനസഞ്ചയമായി മാറിയ നമ്മളാണ്. റിപ്പബ്ലിക് ആയതിന്റെ 74-ാം വർഷം നമ്മൾ ലോകത്തെവിടെ നിൽക്കുന്നു? ഇവിടെ സാമൂഹിക വളർച്ചയുണ്ടോ? ഇതാ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ലോകബാങ്കിന്റെ ഏറ്റവും ഒടുവിലുള്ള കണക്കനുസരിച്ച് G20 രാജ്യങ്ങളിൽ ഇന്ത്യ വളർച്ചാ നിരക്കിൽ 2ാം സ്ഥാനത്താണ്. മറ്റ് വളരുന്ന രാജ്യങ്ങളുടെ അഥവാ എമർജിംഗ് മാർക്കറ്റ് എക്കണോമീസിന്റെ ശരാശരി വളർച്ചാ നിരക്കിന് ഇരട്ടിയുമാണ് ഇന്ത്യയുടേത്. മാനവശേഷി കൊണ്ടുവന്ന അസുലഭ നേട്ടം എന്നാണ് ലോകബാങ്ക് എഴുതിവെക്കുന്നത്. ഇത് ഏറ്റവും പുതിയ പവർ ഇൻഡെക്സ് സ്കോർ അനുസരിച്ച് ലോകത്ത് 4ാം സ്ഥാനത്താണ് ഇന്ത്യ. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും പിന്നിൽ. 1.5 നൂറ്റാണ്ട് നമ്മെ അടക്കി ഭരിച്ച ബ്രിട്ടനെ പിന്നിലാക്കുകയും ചെയ്തു. മാനവശേഷിയുടെ ആ കരുത്താണ് സൈന്യത്തിലും കാണുന്നത്. സൈനികരുടെ എണ്ണത്തിൽ നമ്മളിതാ 2ാം സ്ഥാനത്താണ്. ഇതെല്ലാം ഗ്ലോബൽ പവർ ഇൻഡെക്സ് നൽകുന്ന വിവരങ്ങളാണ്. 3ാം സ്ഥാനത്തേക്ക് തള്ളിയത് അമേരിക്കയെ. ചൈനയ്ക്ക് 20 ലക്ഷം സൈനികർ, ഇന്ത്യയ്ക്ക് 16.5 ലക്ഷം, അമേരിക്കയ്ക്ക് 13,90,000. ഇനി നമ്മൾ വ്യോമസേനയുടെ കരുത്തിലേക്കാണ്. നമ്മുടെ വിമാനങ്ങൾ ഇതാ വരുന്നു. യുദ്ധവിമാനങ്ങളിൽ ഇന്ത്യ ലോകത്ത് 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. അമേരിക്ക, റഷ്യ, ചൈന എന്നിവ കഴിഞ്ഞാൽ 2210 വിമാനങ്ങളുള്ള ഇന്ത്യ. യൂറോപ്യൻ സാമ്പത്തിക ശക്തികളൊക്കെ ഇപ്പോൾ നമ്മളെക്കാൾ ഏറെ താഴെയാണ്. ഇതാ നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ ഇപ്പോഴത്തെ എണ്ണം. സുഖോയ് 30 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് നിർമ്മിച്ച റഷ്യൻ കരുകരുത്ത് അത് 260 എണ്ണമുണ്ട് ഇന്ത്യക്ക്. എണ്ണത്തിൽ 2ാമൻ ജാഗ്വർ. ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും സാങ്കേതിക മികവുകൾ സംയോജിപ്പിച്ച് ഇത് ഇന്ത്യക്കുള്ളത് 160 എണ്ണമാണ്. പഴയ സോവിയറ്റ് യൂണിയന്റെ ഇരട്ട എഞ്ചിൻ കുതിപ്പാണ് MiG-29. അത് 75 എണ്ണം ഇപ്പോഴുമുണ്ട് ഇന്ത്യക്ക്. ഇനി വരുന്നു ടെസോ ഏവിയേഷന്റെ മിറാഷ്. അതിപ്പോഴുള്ളത് 50 എണ്ണം. ഇനി MiG-21 പഴയ സോവിയറ്റ് ഇന്ത്യ കൂട്ടുകെട്ടിന്റെ ഓർമ്മകളുമായി അതിപ്പോഴുമുണ്ട് 40 എണ്ണം. അടുത്തത് ഇന്ത്യൻ സൈന്യത്തോട് പൂർണ്ണമായി ചേർന്നുകൊണ്ടിരിക്കുന്ന നവാധിതി റഫാൽ. വിവിധ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുകൂലമായി മാറ്റി അതിപ്പോൾ 36 എണ്ണം ഇപ്പോഴുണ്ട്. വിമാനവാഹിനി കപ്പലുകളിൽ ഉപയോഗിക്കാനുള്ള 26 മറൈൻ റഫാലുകൾ ഉടനെത്തും. പിന്നെ ഇന്ത്യയുടെ സ്വന്തം തേജസ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെയും എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെയും പങ്കാളിത്തത്തിൽ ഉണ്ടായ തേജസ് 33 എണ്ണമാണ് ഇപ്പോഴുള്ളത്. ഈ കരുത്തന്മാർ കാക്കുന്ന ആകാശത്തിന് കീഴെയുള്ള കരസേനയിലേക്കാണ് ഇനി യാത്ര. 4614 ടാങ്കുകൾ, യുദ്ധവാഹനങ്ങൾ 1 ലക്ഷത്തിന് മുകളിൽ, പീരങ്കികൾ 3311, മിസൈൽ വാഹക വാഹനങ്ങൾ 1500. ഇനി ഇതാ തിരയടിക്കുന്ന കടലിലേക്ക് കടൽക്കൊള്ളക്കാരെ നേരിടാൻ രാജ്യാന്തര അതിർത്തികൾ കടന്നുപോകുന്ന മികവിലേക്കാണ്. നമ്മുടെ കൊച്ചിയിലുണ്ടാക്കിയ INS വിക്രാന്തും INS വിക്രമാദിത്യയും ഉൾപ്പെടെ 2 വിമാനവാഹിനികളാണ് ഇന്ത്യക്ക്. 2 ഉള്ളോ എന്ന് സംശയിക്കാൻ വരട്ടെ. ലോകത്ത് അമേരിക്കയ്ക്ക് മാത്രമേ 2ൽ കൂടുതൽ വിമാനവാഹിനികളുള്ളൂ, 11 എണ്ണം. 2ാം സ്ഥാനത്ത് 2 എണ്ണം വീതമുള്ള ഇന്ത്യയും ചൈനയും ഇറ്റലിയും ബ്രിട്ടനും. പ്രതിരോധ കപ്പലുകൾ 11, ഫ്രീഗേറ്റ് വെസൽ 12, മുങ്ങിക്കപ്പലുകൾ 19, പിന്നെ നിരീക്ഷണ നൌകൾ 32. കടലിലും കരയിലും ആകാശത്തും നമുക്കുണ്ട് ഇനിയും അനേകം സ്വപ്നങ്ങൾ.